भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ജഗദീശ്വരിയായി മിന്നിത്തിളങ്ങുന്ന ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന തൃശൂർ ജില്ലയിലെ വരന്തരപ്പള്ളിക്കടുത്ത് നന്ദിപുലം എന്ന ഗ്രാമത്തിൽ കിഴക്കേ കുമരഞ്ചിറ ക്ഷേത്രത്തിൽ നവീകരണ കലശാദികൾ പുനഃപ്രതിഷ്ഠ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു സാംസ്കാരിക സദസ്സിൽ ഈയുള്ളവനും പങ്കെടുക്കാൻ സാധിച്ചു. പരിപൂർണമായും കൃഷ്ണശിലകൾ കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ നവീകരണം നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ അത്യപൂർവമായിരിക്കുന്ന ഈ ശില്പ ചാതുരി അത് കാണാനും അതോടൊപ്പം തന്നെ ഒരേ പീഠത്തിൽ അമ്മയും അച്ഛനും മകളും എന്നുള്ള രീതിയിൽ ശ്രീ മഹാദേവനും പാർവതീദേവിയും ഭദ്രകാളിയും കുടികൊള്ളുന്നു ഇവിടെ എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. ആ ക്ഷേത്രത്തിലെത്തി പ്രഭാഷണ സമയത്ത് എഴുതിയ അമ്മയുടെ പാദങ്ങളിൽ ഗാനമാല്യമായി സമർപ്പിച്ച വരികൾ ഇവിടെ ഇന്ന് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷര പൂജ ആരംഭിക്കുന്നതിന് മുമ്പേ പാടി സമർപ്പിക്കുകയാണ്. അന്നവിടെ പാടി അത് ഭക്തജനങ്ങൾക്കായി വീണ്ടും സമർപ്പിക്കും. കുമ്പിടും ഭക്തർക്കു സാന്ത്വനം നൽകുന്ന കുമരം ചിറയിലെ അമ്മ. കുമ്പിടും ഭക്തർക്കു സാന്ത്വനം നൽകുന്ന കുമരൻ ചിറയിലെ അമ്മ. കോമരം തുള്ളി വരുമ്പോഴെൻ ബാല്യത്തിൻ
കൂടെയിരിക്കുന്നൊരമ്മ ശ്രീകുമരൻ ചിറയിലെ അമ്മ. അമ്മയാം പാർവതിക്കൊപ്പമിരിക്കുന്നു അച്ഛനാം ശ്രീ മഹാദേവൻ. അമ്മയാം പാർവതിക്കൊപ്പമിരിക്കുന്നു അച്ഛനാം ശ്രീ മഹാദേവൻ. അവരുടെ ചാരത്തായി മിന്നിത്തിളങ്ങുന്നു അനുപമ പുത്രിയാം ദേവി ശ്രീകുമരൻ ചിറയമ്മ. കൃഷ്ണ നിറമുള്ള അമ്മയ്ക്കു കോവിലോ കൃഷ്ണശില കൊണ്ടു തീർത്തു. കൃഷ്ണ നിറമുള്ള അമ്മയ്ക്കു കോവിലോ കൃഷ്ണശില കൊണ്ടു തീർത്തു. കൃഷ്ണ കൃപയാലെ എത്തി ഞാനംബികേ കൃഷ്ണ കഥകളെ പാടാൻ. ശ്രീകൃഷ്ണ കഥകളെ പാടാൻ. തട്ടകത്തമ്മയായി മിന്നും ദേവി താവക പാദത്തിലിന്നടിയൻ. തട്ടകത്തമ്മയായി മിന്നും ദേവി താവക പാദത്തിലിന്നടിയൻ. താമരപ്പൂ പോലെ വയ്ക്കാം ചില അക്ഷരപ്പൂക്കൾ സുഭദ്രേ ശ്രീകുമരൻ ചിറയിലെ അമ്മേ. കുമ്പിടും ഭക്തർക്കു സാന്ത്വനം നൽകുന്ന കുമരൻ ചിറയിലെ അമ്മ. കോമരം തുള്ളി വരുമ്പോഴൻ ബാല്യത്തിൻ കൂടെയിരിക്കുന്നൊരമ്മ. ഇതു കുമരൻ ചിറയിലെ അമ്മ. ഇതു കാരുണ്യ മൂർത്തിയാമമ്മ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പൊന്നുഗുരുവായൂരപ്പൻ്റെ ഭാഗവത സ്വരൂപിയുടെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 906 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ കണ്ണൻ്റെ അനൽപമായ കൃപാവാത്സല്യങ്ങളെ കൊണ്ട് ഇന്ന് നാം ആരംഭിക്കുകയാണ്. ദ്വാദശസ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന ദ്വാദശ സ്കന്ധം, അതിൽ 2-ാമത്തെ അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കലിദോഷാദിനിരൂപണം എന്നാണ് ഈ അധ്യായത്തിന് ആചാര്യൻ പേര് നൽകിയിട്ടുള്ളത്, ഭാഗവതകാരൻ. ഇവിടെ പറയുന്നു എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്ന് പറയുകയാണ്. ദാക്ഷ്യം, കുടുംബഭരണം, യശോർദ്ധേ ധർമ്മസേവനം, ഏവം പ്രജാഭിർദുഷ്ടാഭിരാഗീർണേ ക്ഷിതിമണ്ഡലേ
ബ്രഹ്മവിക്ഷത്ര ശൂദ്രാണാം യോ ബലി ഭവിതാ നൃപ പ്രജാഹി ലുബ്ധൈരാജന്യേർ നിർഘൃണൈർദസ്യുധർമ്മഭി ആച്ഛിന്നദാരദ്രവിണ യാസ്യന്തി ഗിരികാനനം. ഇവിടെ ദാക്ഷ്യം എന്ന് വെച്ചാൽ സാമർഥ്യം, ദക്ഷത, കുടുംബഭരണം. ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നൊക്കെയാണ് അർത്ഥം. കുടുംബഭരണം, കുടുംബത്തെ ഭരിക്കുന്നത്. യശോർത്ഥേ, യശസ്സിനായിട്ട്. ധർമ്മസേവനം, ധർമ്മസേവനം നടത്തുന്നതോ. ഏവം ദുഷ്ടാഭി പ്രജാഭി, ഇങ്ങനെ ദുഷിച്ച പ്രജകളാൽ ക്ഷിതിമണ്ഡലേ ആകീർണേ, ഈ ഭൂമണ്ഡലം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കും. ആ വിഷയത്തിൽ ബ്രഹ്മവിക്ഷത്രശൂദ്രാണാം, ഇവിടെ പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ബ്രാഹ്മണ, വൈശ്യ, ക്ഷത്രിയ, ശൂദ്രന്മാരുടെ മധ്യത്തിൽ ബലീയഹ സ നൃപാഭവിത, ബലവാൻ ആരാണോ അയാളായിരിക്കും രാജാവ്. അല്ലാതെ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ പതിയെ പതിയെ ക്ഷയിക്കും എന്നാണ് കാണിക്കുന്നത്. ക്ഷത്രിയനാണ് സാധാരണ രാജാവായിട്ട് തീരുക. ഇവിടെ അങ്ങനെയല്ല. ബലീയഹ, ബലവാനായിരിക്കുന്ന ആള് നൃപനായിട്ട് മാറും. നിർഘൃണൈഹി, എങ്ങനെയുള്ള ആളുകളാണ്? കാരുണ്യഹീനർ, ദസ്യുധർമ്മഭി, കള്ളന്മാരുടെ ധർമ്മത്തോടു കൂടിയവർ എന്ന് വെച്ചാൽ കള്ളന്മാർ തന്നെ. രാജന്യൈ, രാജാക്കന്മാർ. ആച്ഛിന്ന ദാരിദ്രവിണാഹ, അപഹരിക്കപ്പെട്ട ഭാര്യമാരോടും ധനങ്ങളോടും കൂടിയ പ്രജ. ഈ രാജാക്കന്മാര് ഭാര്യമാരെയും ധനങ്ങളെയൊക്കെ അപഹരിക്കും. അങ്ങനെ വരുമ്പോൾ ഗിരികാനനം യാസ്യന്തി, ആളുകളൊക്കെ കാട്ടിലേക്ക് പലായനം ചെയ്യും എന്ന് പറയുന്നു. ജനങ്ങളുടെ സാമർഥ്യം, അയാൾ സമർത്ഥനാണ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളുകളെയാ? നല്ല പോലെ കുടുംബഭരണം നടത്തുന്ന ആളുകളെയാണ് സമർത്ഥൻ എന്ന് പറയുക. പിന്നെ ധർമാദി പുരുഷാർത്ഥം സമ്പാദിക്കുന്നതിലായിരിക്കില്ല ആളുകളുടെ സാമർഥ്യം, മറിച്ച് കുടുംബം നോക്കുന്നതിൽ ആയിരിക്കും സാമർഥ്യം. അതേപോലെ തന്നെ യശസ് ഉണ്ടാവണം എന്ന താല്പര്യം കൊണ്ട് ധർമ്മത്തെ ആശ്രയിച്ചു എന്ന് വരാം. അല്ലാതെ ധർമ്മം ആചരിക്കേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് ഈ ധർമ്മം ഞാൻ ആചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് യശസ്സുണ്ടാവും എന്നുള്ള രീതിയിൽ. പരലോകഹിതത്തെ ഉദ്ദേശിച്ച് ധർമ്മം സേവിക്കില്ല. ഇവിടെ യശസ്സുണ്ടാവാൻ വേണ്ടി ധർമ്മത്തെ ആശ്രയിക്കും. ഇങ്ങനെ ദുഷിച്ച പ്രജകൾ, ആ ദുഷിച്ച പ്രജകൾ ഉണ്ടാകുമ്പോൾ രാജാക്കന്മാരും അതുപോലെ തന്നെയായി മാറും, അല്ലേ? അല്ലെങ്കിൽ യഥാ രാജ തഥാ പ്രജ, രാജാക്കന്മാരെങ്ങനെയാണോ അതേപോലെ. യഥാ പ്രജ തഥാ രാജ, നമുക്ക് അർഹതപ്പെട്ട രാജാക്കന്മാരെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഈ സംഘങ്ങളിൽ ആരാണോ കൂടുതൽ ബലവാനായിരിക്കുന്നത് അയാൾ രാജാവായിട്ട് തീരും. കാരുണ്യവും ധർമ്മനിഷ്ഠയുമില്ലാത്ത രാജാക്കന്മാർ, അവരുടെ സ്വഭാവം തന്നെ കള്ളന്മാരുടെ സ്വഭാവം, പിടിച്ചുപറി, കൊള്ള, കൊല, ഇതൊക്കെ രാജാക്കന്മാർ തന്നെ ചെയ്യും എന്ന് വരും. അങ്ങനെ രാജാക്കന്മാർ അപഹരിക്കണു ജനങ്ങളുടെ, പ്രജകളുടെ ധനത്തെയും ദാരത്തെയും ഭാര്യയെയും, അല്ലെങ്കിൽ അവരുടെ സമ്പത്തിനെ രാജാക്കന്മാരെ അപഹരിക്കും. എങ്ങനെ? ബലാൽക്കാരേണ. ഇവര് ബലീയഹ എന്ന് പറഞ്ഞു, അല്ലേ? ബലി ആയിട്ടുള്ള ആളുകൾ, ബലവാന്മാരായിട്ടുള്ള ആളുകളാണ്. അവരവരുടെ ശക്തി കൊണ്ട് ബലാൽക്കാരേണ ഈ വസ്തുക്കളെയൊക്കെ അപഹരിക്കും. അതേ തുടർന്ന് ഇവിടെ താമസിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഈ പ്രജകളൊക്കെ തന്നെ പർവ്വതങ്ങളിലും കാട്ടിലുമൊക്കെ പോയി താമസിക്കും. അവർക്കിവിടെ താമസിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ജീവിക്കാൻ വഴിയില്ലാതെ വരുമ്പോൾ അവരൊക്കെ തന്നെ കാട്ടിലേക്ക് കയറിപ്പോവും. കാട് അവരുടെ വീടായി മാറും എന്ന് ചുരുക്കം. എന്നിട്ടോ ശാകമൂലാമിഷക്ഷൗദ്രഫല പുഷ്പാഷ്ടിഭോജന അനാവൃഷ്ട്യ വിനക്ഷ്യന്തി ദുർഭിക്ഷകരപീഡിത. ശാകം എന്ന് വെച്ചാൽ ഇലക്കറി. അതേപോലെ മൂലം എന്ന് പറഞ്ഞാലോ താഴെ ഉണ്ടാവുന്നത് കിഴങ്ങ്, ആമിഷം മാംസം, ക്ഷൗദ്രം തേൻ, ഫലം കായ,
പുഷ്പം പൂവ്, അല്ലേ? അഷ്ടി എന്ന് പറഞ്ഞാൽ ബീജം. ഇങ്ങനെ അനാവൃഷ്ടി എന്ന് പറഞ്ഞാലോ മഴയില്ലാത്ത അവസ്ഥ. കരം എന്ന് പറഞ്ഞാൽ കരം, നികുതി എന്നൊക്കെ പറയും. അപ്പോൾ ഈ തരത്തിൽ സമുചിതമായ കാലത്ത് വേണ്ടത് വേണ്ട പോലെ ഇല്ലാതെ വരുന്നു. എല്ലാത്തിലും കാലവും അതിനനുസരിച്ചാവണു. അങ്ങനെ വരുമ്പോൾ വർഷം വേണ്ടതുപോലെ ഉണ്ടാവില്ല, മഴ പെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയും, രാജഭോഗം കൊടുക്കാൻ സാധിക്കാതെയായിട്ട് തരും. ദുർഭിക്ഷ കരപീഡിത, കരം നികുതി അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരും. ജനങ്ങൾ ചീര, താള്, തകര തുടങ്ങിയ ഇലകൾ, ഇതിനാണ് ശാകം എന്ന് പറയുന്നത്. പിന്നെയോ അതേപോലെ കിഴങ്ങുകൾ, മാംസങ്ങൾ, തേൻ, കായ, പൂക്കൾ, പലമാതിരി ബീജങ്ങൾ, ഇതിനെയൊക്കെ സ്വീകരിക്കും, അവരൊക്കെ ഭക്ഷിക്കും. ബലമുള്ള ആളുകൾ ദുർബലന്മാരായിട്ടുള്ള ആളുകളെ ആക്രമിക്കുകയും അവരിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ചെയ്യും. ഇങ്ങനെ പല കഷ്ടതകൾ കൊണ്ട് ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും. ക്ഷുത്രിഭ്യാം വ്യാധിഭിശ്ചൈവ സന്തപ്സ്യന്തേ ച ചിന്തയാ 30-20 വർഷാണി പരമായു കലൗ നൃണാം. പിന്നെ ക്ഷുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ്, തൃട്ട് എന്ന് പറഞ്ഞാൽ ദാഹം. ക്ഷുത്രിഭ്യാം വ്യാധി, രോഗം, സന്തപ്സ്യന്തേ ഇതുകൊണ്ടൊക്കെ സന്തപിക്കുക, വിഷമിക്കുന്ന ആളുകൾ, ചിന്തയാ ചിന്ത കൊണ്ട്, 30-20 കലൗ നൃണാം പരം ആയുഹു. ആലോചിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നു, ഈ കലികാലത്ത് ജനങ്ങളുടെ ആയുസ് 30 എന്ന് ആദ്യം പറഞ്ഞു, 30 അല്ലെങ്കിൽ ഒരു 20 വയസ്സാണ് ജനങ്ങളുടെ പരമാവധി ആയുസ് എന്ന നിലയിലേക്ക് എത്തിച്ചേരും. കാരണം എന്താ? ധർമ്മം വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നില്ല, അധർമ്മം ഒരുപാട് ചെയ്തു കൂട്ടുന്നു. അങ്ങനെ അവരുടെ ആയുസ് കുറഞ്ഞ് വരും. ക്ഷീയമാണേഷു ദേഹേഷു ദേഹിനാം കലിദോഷതാം വർണ്ണാശ്രമവതാം ധർമ്മേ നഷ്ടേ വേദപഥേ നൃണാം. കലിദോഷത, കലികാലം കാരണം, ദേഹിനാം ദേഹികളുടെ, ദേഹേഷു ദേഹങ്ങൾ, ക്ഷീയമാണേഷു ക്ഷയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിഷയത്തിൽ വർണ്ണാശ്രമവതാം, വർണ്ണാശ്രമങ്ങളെ ആചരിക്കുന്ന മനുഷ്യരുടെ വേദപഥേ വേദമാർഗ സംബന്ധമായ ധർമ്മവും നഷ്ടേ അതും നശിക്കും. അപ്പം ഇങ്ങനെ കലികാലദോഷം കൊണ്ട് ജീവൻ്റെ ശരീരികളുടെ ശരീരങ്ങൾ ഹ്രസ്വമായിട്ട് തീരും, അവരുടെ ആയുസ് കുറയെന്ന് പറഞ്ഞു. അതേപോലെ ഹ്രസ്വമാവും, ഉയരം കുറഞ്ഞ ആളുകളൊക്കെ ആയിട്ട് തീരും. വർണ്ണാശ്രമങ്ങളെ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ വേദമാർഗം അനുസരിച്ച് നടത്തി വരുന്ന ധർമ്മവും ഈ കലിയുഗത്തിൽ നശിക്കും എന്ന് ചുരുക്കം. പിന്നെ പാഖണ്ഡപ്രചുരേ ധർമ്മേ ദസ്യുപ്രായേഷു രാജസു ചൗര്യാനൃതവൃഥാ ഹിംസ നാനാവൃത്തിഷു വൈനൃഷു. ഇവിടെ പറയുകയാണ്, ധർമ്മേ പാഖണ്ഡപ്രചുരേ, ധർമ്മം പാഖണ്ഡം അധികരിച്ചിരിക്കുന്ന വിഷയത്തിൽ രാജസു രാജാക്കന്മാർ, ദസ്യുപ്രായേഷു അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്ക് തുല്യമായി തീരും. അങ്ങനെ വരുമ്പോൾ മനുഷ്യർ നൃഷു ചൗരാനൃത വൃഥാഹിംസ നാനാവൃത്തിഷു, കളവ്, അതേപോലെ അസത്യം, കാരണമില്ലാതെ മറ്റുള്ളവരെ ഹിംസിക്കുക, ഇങ്ങനെ പല തരത്തിലുള്ള വ്യാപാരങ്ങളോടുകൂടിയവരായിരിക്കും മനുഷ്യർ എന്ന് പറയുന്നു. ജനങ്ങളുടെ ധർമാനുഷ്ഠക്രമം അത് അവരവരുടെ ഇഷ്ടം പോലെയാവും. വേദത്തിൽ പറഞ്ഞിട്ടുള്ള ധർമാധർമ്മങ്ങളൊന്നുമല്ല, അവരവർക്ക് തോന്നുന്നത്, തങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലാണ് അവർ ധർമ്മങ്ങളെ ആചരിക്കുക. പിന്നെ രാജാക്കന്മാർ നേരത്തെ പറഞ്ഞതുപോലെ ദസ്യുപ്രായേഷു, അവരേതുപോലെയാണ്? കള്ളന്മാരെ പോലെ പ്രവർത്തിക്കും. ജനങ്ങൾ കളവ് ചെയ്യും, കക്കുക, കളവ് പറയുക, ഒരു കാരണമില്ലാതെ മറ്റുള്ള ആളുകളെ ദ്രോഹിക്കുക. ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അവരുടെ ഉപജീവന മാർഗമാക്കി വരെ മാറ്റും. ഇതൊക്കെ നമ്മൾ
കുറേശ്ശെ കാണുന്നുണ്ട് അല്ലേ? മറ്റുള്ളവരെ ദ്രോഹിക്കാൻ, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ കൊട്ടേഷൻ എന്നൊക്കെ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം കലിയുഗത്തിൽ ഇത്തരം ദോഷങ്ങൾ വർദ്ധിച്ചു 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 വരും. ശൂദ്രപ്രായേഷു വർണ്ണേഷു ഛാഗപ്രായാസു ധേനുഷു ഗൃഹപ്രായേഷ്വാശ്രമേഷു യൗനപ്രായേഷു ബന്ധുഷു. വർണ്ണേഷു വർണ്ണങ്ങൾ, ശൂദ്രപ്രായേഷു ശൂദ്രസദൃശമായിട്ട് തീരും എന്ന് വെച്ചാൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രർക്ക് തുല്യമായിട്ട് തീരും. കാരണം അത് അവരൊക്കെ അവരവരുടെ ആചാരങ്ങളെ വിട്ട് ശൂദ്രനെ പോലെ ജീവിക്കും. ഝാഗപ്രായാസു ധേനുഷു ആടുകൾക്ക് തുല്യമായിട്ട് തീരും ഈ പശുക്കളൊക്കെ എന്നാണ്. ഇപ്പോൾ പശുക്കൾ വലിയ ആകൃതിയുള്ളവരാണ്, പക്ഷെ അതൊന്നുമല്ല, ആടുകൾക്ക് തുല്യമായിട്ട് തീരും. ആശ്രമേഷു ഗൃഹപ്രായേഷു ആശ്രമങ്ങളൊക്കെ തന്നെ എങ്ങനെയായിരിക്കും? ഗൃഹസ്ഥാശ്രമത്തിന് തുല്യമായിട്ട് മാറും. ബ്രഹ്മചര്യം, സന്യാസം, വാനപ്രസ്ഥം എന്നുള്ളത് അതിൽ വേണ്ട പോലെ സ്ത്രീസംഘം വെടിഞ്ഞുള്ളൊരു ജീവിതമാണ് ആശ്രമങ്ങൾ, ഈ 3 ആശ്രമത്തിലുള്ള ആളുകളും സ്വീകരിക്കേണ്ടത്. പക്ഷേ അവരും ഗൃഹസ്ഥാശ്രമികളെപ്പോലെ ആഹാര നീഹാര നിദ്രാമൈഥുനങ്ങളിൽ താല്പര്യമുള്ളവരായിട്ട് മാറും. അവരുടെ പുറം കാഴ്ചയിൽ മാത്രമേ ആശ്രമ ഭാവത്തെ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അവരുടെ ഉള്ളു മുഴുവൻ ഈ ഗൃഹസ്ഥാശ്രമിയെ പോലെ ആയിരിക്കും എന്ന് പറയുന്നു. പിന്നെ യൗനപ്രായേഷു ബന്ധുഷു, ഇപ്പം യോനി സംബന്ധ പ്രധാനികളിലായിരിക്കും ബന്ധുക്കൾ എന്നാണ്. എന്നുവെച്ചാൽ ഭാര്യയുമായി ബന്ധമുള്ളവരെ മാത്രം ബന്ധുക്കളായിട്ട് അംഗീകരിക്കുകയുള്ളൂ. ഇതൊക്കെ കലിയുഗത്തിൻ്റെ പ്രത്യേകതകളാണ്. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അനുജനേക്കാൾ ഭാര്യയുടെ അനുജനോട് സ്നേഹം, അല്ലെങ്കിൽ അവർ പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അത് സത്യമാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പൊതുവിൽ എന്തു പറയുന്നു എന്നല്ല, ആരു പറയുന്നു എന്നനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറപ്പെടും. പിന്നെ അണുപ്രായേഷു ഓഷധീഷു ശമീപ്രായേഷു സ്ഥാസ്നുഷു വിദ്യുത്പ്രായേഷു മേഘേഷു ശൂന്യപ്രായേഷു സത്മസു. ഔഷധീഷു ഓഷധികൾ, ഔഷധച്ചെടികൾ, അണുപ്രായാസു അണുതുല്യമാവും, സ്ഥാസ്നുഷു വലിയ വൃക്ഷങ്ങൾ, ശമീപ്രായേഷു ചെറിയ ശമീവൃക്ഷങ്ങൾക്ക് സദൃശമായിട്ട് തീരും, മേഘേഷു വിദ്യുത് പ്രായേഷു മേഘങ്ങൾ മിന്നുപിണറുകൾ അധികരിച്ച രീതിയിലാവും, സത്മസു ഭവനങ്ങളൊക്കെ ശൂന്യപ്രായേഷു ശൂന്യങ്ങളെന്നതുപോലെ ഇരിക്കും. ഔഷധച്ചെടികളൊക്കെ വളരെ കൃശമാവും. മഹാവൃക്ഷങ്ങളൊക്കെ വലിപ്പം കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ശമീവൃക്ഷങ്ങളെപ്പോലെ ചെറുതും ആ വലിപ്പം കുറഞ്ഞതൊക്കെ ആയിട്ട് മാറും. മേഘങ്ങൾ മിന്നൽ അധികരിച്ചതായിട്ട് മാറും. ജലം കുറയും എന്ന് ചുരുക്കം. മേഘങ്ങളിൽ നിന്ന് മഴയാണ് നമുക്ക് കിട്ടേണ്ടത്. മിന്നൽ നമുക്ക് പലപ്പോഴും അപകടത്തിന് കാരണമാണ്. പക്ഷേ മിന്നലായിരിക്കും കലിയുഗത്തിൽ കൂടുതൽ. ഗൃഹങ്ങളോ അതിഥി സൽക്കാരാദി മര്യാദകളൊക്കെ ഉപേക്ഷിച്ച് ശൂന്യ ഗ്രഹങ്ങളായിട്ട് മാറും എന്ന് അവിടെ ഏതാ പറയുന്നു. പിന്നെയോ ഇങ്ങനെ ഇദ്ധം കലൗ ഗതപ്രായേ, ഈ സന്ദർഭത്തിൽ ജനേതു ഖരധർമ്മിണി ധർമ്മത്രാണായ സത്വേന ഭഗവാൻ അവതരിഷ്യതി. ഇത്തരത്തിൽ ജനങ്ങൾ ഖരധർമ്മിണി, ഖരം എന്ന് പറഞ്ഞാൽ കഴുത, കഴുതയുടെ ധർമ്മത്തോടു കൂടിയവരായി മാറുമ്പോൾ ഈ കലിയുഗത്തിൽ കലൗ ഗതപ്രായേ, കലിയുഗം അവസാനിക്കാറാവുന്ന സമയത്ത് ധർമ്മത്രാണായ ധർമ്മസംരക്ഷണത്തിനായിക്കൊണ്ട് ഭഗവാൻ, ആ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, വിജ്ഞാനം, വീര്യം, ശൗര്യം, യശസ് തുടങ്ങിയ ഭഗങ്ങളോട് കൂടിയവൻ, ഗുണങ്ങളോട് കൂടിയവൻ, ഇതാണ് ഭഗവാൻ. ഇങ്ങനെയുള്ള ആ ഈശ്വരൻ സത്വേന അവതരിഷ്യതി, സത്വസ്വരൂപത്തോടുകൂടി അവതരിക്കും. ജനങ്ങൾ ന്യായാന്യായ വിവേചനമില്ലാതെ വിവേകമെന്ത് അവിവേകമെന്ന് തിരിച്ചറിയാനാവാതെ വരുമ്പോൾ, മൃഗവ്യാപാരത്തോടു കൂടിയവരായിത്തീരുമ്പോൾ,
ഖരധർമ്മിണി, കഴുതയുടെ ആ രീതിയിലേക്ക് മാറുമ്പോൾ ധർമ്മത്രാണായ, ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് സാക്ഷാൽ ശ്രീമൻ നാരായണൻ സത്വഗുണപ്രധാനമായിരിക്കുന്ന സ്വരൂപത്തോടുകൂടി അവതരിക്കും എന്ന് പറയുന്ന ആ 16-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ അവതാരം നമുക്ക് നാളെ അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദതനയാ സുന്ദര രൂപ
ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.